ഒരുപാട് സിംഗേഴ്സ് അതിഥികളായിട്ട് വന്നിട്ടുള്ള ഒരു ഷോ ആണ് നമ്മുടെ സൺഡേ ഫണ്ടേ. ഇന്നും നമുക്കൊരു സിംഗറാണ് അതിഥി. ഒരൊറ്റ പാട്ട് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഈ പെൺകുട്ടിയെ ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആൻ ആമി. ആൻ, വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. വളരെ വൈകിയാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്. എന്ത് തൃശ്ശൂർക്കാരിയാണ്? എവിടെയാ തൃശ്ശൂര്? ആരണാട്ടുകരയാണ് വീട്. പക്ഷെ പഠിച്ചു വളർന്നൊന്നും തൃശ്ശൂരല്ല, ദുബായിലായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഈ ബിസിനസ് പഠിച്ച ആൾക്ക് മാസ്റ്റർ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഭയങ്കര സംഭവമായിരുന്നു, പുലിയാണ് എന്നൊക്കെ ഞാൻ വായിച്ചു. ആ പഠിച്ച ആൾക്ക് മ്യൂസിക്കുമായിട്ട് എന്താണ് കണക്ഷൻ, എങ്ങനെയാ കണക്ഷൻ ഉണ്ടായേ എന്നുള്ള ചോദ്യം. കണക്ഷൻ ഞാൻ 7 വയസ്സ് മുതൽ പാടുന്നുണ്ട്. കണ്ടുപിടിച്ചത് എൻ്റെ പേരൻസാണ്. പിന്നെ അത് മനസ്സിലാക്കിയപ്പോൾ അവർ തന്നെ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ ഞാൻ ആ സമയത്ത് അതന്നെ ദുബായിലാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 2 വർഷം നാട്ടിൽ പഠിച്ചിട്ടുണ്ട്, ഭവൻസിൽ, തൃശ്ശൂർ. അതെ, പൂച്ചട്ടിയിലായിരുന്നോ? അല്ലല്ല, ഭവൻസിലായിരുന്നു. കസിൻസ് ഒക്കെ കുറെ നാച്ചുറലി. അപ്പം ഞാൻ അവിടെ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. CBSE സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സബ് ജൂനിയർ കാറ്റഗറിയിൽ ലൈറ്റ് മ്യൂസിക്കിൽ ഫസ്റ്റ് വന്നു. ദാറ്റ്സ് ഐ തിങ്ക് മൈ ഫസ്റ്റ്, എന്താ പറയാ, എത്ര കൊല്ലം മുമ്പ്? ദിസ് വാസ് ഇൻ 2000, ഐ തിങ്ക് 2000. പിന്നെ തിരിച്ച് ദുബായ് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം സ്കൂളിംഗ് ദുബായിലായിരുന്നു. ഇവിടെയുള്ള പോലെ തന്നെ അവിടെ അസോസിയേഷൻസ്, ദല, കാഫ്, കൈരളി, തിരുമുറ്റം എന്നൊക്കെ പറഞ്ഞ് അസോസിയേഷൻസ് ഉണ്ട്. അവരൊക്കെ ഈ യൂത്ത് ഫെസ്റ്റിവൽസ് നടത്തുന്നു. അപ്പം എല്ലാത്തിലും പങ്കെടുക്കും. പാട്ടിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും പങ്കെടുക്കും. അങ്ങനെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾ ടുഗെദർ. അപ്പം എപ്പോഴും ഞാനും പപ്പയും എൻ്റെ അമ്മയും അനിയനും ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോവും. അതെ, വെള്ളം പിടിച്ച്, ചൂടുവെള്ളം, ഫ്ലാസ്ക്, ജീരകം, കൽക്കണ്ടൊക്കെ പൊടിച്ച് ശബ്ദം നാശാവാണ്ടിരിക്കാൻ. അതെ, അതൊക്കെ ഒരു ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ. അതെ, സത്യം. ആ ഓർമ്മകൾ പുതുക്കാനുള്ള വല്ല പാട്ടുകളുണ്ടോ? ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും പാടി നടന്നിരുന്ന ഒരു ലതാജിയുടെ ഒരു പാട്ടുണ്ട്, ബയ്യാനാഥറോ എന്നാണ് പാട്ടിന്റെ പേര്. ഞാൻ ആദ്യമായിട്ട് ആനെ നോട്ടീസ് ചെയ്യണത് ഒരു റിയാലിറ്റി ഷോയുടെ അവസാനത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ കൂടെ പാടുമ്പോഴാണ്. അപ്പൊ ലാലേട്ടൻ്റെ കൂടെ പാടുക എന്നുള്ളൊരു ഇത് എക്സൈറ്റഡ് ആക്കിയില്ലേ? ആബ്സല്യൂട്ട്ലി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സാറിൻ്റെ കൂടെ പാടാനാണ് എന്ന് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഞാൻ എന്നോടത് വിളിച്ച് പറയുമ്പോൾ സോളോ എന്നുള്ള രീതിയിലാണ് അത് ആദ്യം വിളി വന്നത്. ഇറ്റ്സ് ലൈക്ക് ഓക്കെ, അങ്ങനെ റിയാലിറ്റി ഷോ, ഗ്രാൻഡ് ഫിനാലെ, ഹ്യൂജ് പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ അവസാനം ഐ എൻഡഡ് അപ്പ് സിംഗിങ് വിത്ത്. ഞാനാണെങ്കിൽ ഐ എം എ ഹ്യൂജ് ലാലേട്ടൻ ഫാൻ. അപ്പോൾ എനിക്ക് പിന്നെ ഇതിലും കൂടുതൽ ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ഇതേ പറയാനുള്ളൂ. അയ്യോ, എനിക്കങ്ങനെ ലാൽ സാറിൻ്റെ കൂടെ ഒരു എന്താ പറയുക, അങ്ങനെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ മമ്മൂട്ടി സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ഗോട്ട് ടു സിംഗ് ഫോർ ഹിം ഒരു സിനിമയിൽ, പുള്ളിക്കാരൻ സ്റ്റാറാ. അപ്പോൾ ദാറ്റ്സ് ലൈക്ക് എ ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ ഇതെന്നല്ല, ജനറലി പാടുമ്പോൾ ഐ ജസ്റ്റ് എന്താ പറയുക, സിംഗ് ഫോർ ദ വൺ അബവ്. എപ്പോഴും അങ്ങനെയാണ്. അത് ഫ്രം ദ വെരി ഫസ്റ്റ് റെക്കോർഡിങ്, ഐ തിങ്ക് ഈവൻ ഫസ്റ്റ് റെക്കോർഡിംഗ് എന്നല്ല, ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത് ഒരു പള്ളിയിലാണ്. അവരുടെ ഈ ഓർത്തഡോക്സ് പള്ളിയിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം ഷാർജയിൽ അവിടുത്തെ ഓർത്തഡോക്സ് ചേർച്ചിലാണ്. അതും ഐ വാസ് സോ സ്കെയർഡ്. അന്ന് ഈ ഞാൻ പറഞ്ഞ പോലെ പേരൻസ് മനസ്സിലാക്കി എന്നെ പാട്ട് ക്ലാസ്സിന് ചേർക്കുമ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, സിംഫണി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, ശ്യാം സാറാണ്, ഹീസ് എ ഡാൻസർ ആക്ച്വലി ഫ്രം മാംഗ്ലൂർ ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ സാറും സാറിൻ്റെ വൈഫും കൂടിയിട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് ഇൻ ഷാർജ. അപ്പോൾ സാർ ഇങ്ങനെ, ഈ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു സംഭവം, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓർത്തഡോക്സ് ചേർച്ചിൽ, വൈ ഡോണ്ട് യു ഗെറ്റ് ഹർ ടു സിംഗ് എന്ന് പപ്പയുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ പേടി, ആദ്യമായിട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഐ വിൽ സിംഗ്, പക്ഷെ എൻ്റെ കൂടെ 1-2 പേരുണ്ടെങ്കിൽ കുറച്ചുകൂടി സന്തോഷം. അതെ. അപ്പം അങ്ങനെ ഞങ്ങളൊരു 3 ഗേൾസ് അങ്ങനെ കൂടി ഞങ്ങൾ അന്ന് പള്ളിയിൽ വെച്ച് ആദ്യമായിട്ട്, അന്ന് തൊട്ട് നമ്മൾ, അതായത് ഞാൻ എൻ്റെ മനസ്സിൽ ഇറ്റ്സ് ഓൾവേസ് ഫോർ ദ വൺ അബവ്.